ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നല്ലൊരു ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. സോയ ഫ്രൈ ചെയ്തിട്ടുള്ള നല്ലൊരു ബിരിയാണിയാണ്. കൂടെ നല്ലൊരു ചമ്മന്തിയുടെ റെസിപ്പിയും കൂടിയിട്ടുണ്ട്. ഈ ബിരിയാണിക്ക് നമുക്ക് ചിക്കനോ ബീഫോ ലാമ്പോ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും വേണ്ട. വെജിറ്റേറിയനൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ നമ്മുടെ സോയ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പോളം സോയ എടുത്തിട്ടുണ്ട്. ഇത് വലിയ സോയാണ് കേട്ടോ. ഇതിലേക്ക് ഞാൻ നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് 3/4 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളത് റെസ്റ്റ് ചെയ്താലേ ഈ സോയയുടെ സ്റ്റാർച്ചൊക്കെ പോവുള്ളൂ. എന്നിട്ട് ഞാൻ 4-5 തവണ നല്ല പച്ചവെള്ളത്തിൽ കഴുകിയെടുത്തതാണ് കേട്ടോ. നമ്മളത് കഴുകിയെടുക്കുമ്പോൾ ഇതിലുള്ള വെള്ളം നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. അങ്ങനെ ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് പിഴിഞ്ഞെടുത്ത സോയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള നമുക്ക് പൊടികളൊക്കെ ചേർത്തിട്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ 1.5 ടീസ്പൂണോളം നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ 1/2 ടീസ്പൂണോളം മഞ്ഞളിൻ്റെ പൊടിയാണ്. അതിനുശേഷം 2 ടീസ്പൂണോളം ഫുള്ളായിട്ട് തന്നെ ചിക്കൻ മസാല ആഡ് ചെയ്യുന്നുണ്ട്. ചിക്കൻ മസാല എന്തായാലും ഈ ഒരു റെസിപ്പിക്ക് വേണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ നമ്മളിത് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇനി നമ്മളിതിലേക്ക് ലെമൺ ജ്യൂസോ വെള്ളമോ അങ്ങനെയുള്ളതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇതേപോലെ ഡ്രൈ ആയിട്ടാണ് കേട്ടോ നമ്മളിത് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നത്. അതിനുശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി കേട്ടോ. നമ്മുടെ ബിരിയാണിക്കുള്ള റൈസ് ഇവിടെ റെഡി ആവുന്നുണ്ട്. ഞാൻ ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പോളം ജീരകശാല റൈസ് എടുത്തിട്ടുണ്ട് കേട്ടോ. 250 ml കപ്പിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് അടിപൊളിയായി വെന്ത് വന്നിട്ടുണ്ട്. നെയ്ച്ചോറ് വെക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ അതിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണിക്കുള്ള റൈസ് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി നെയ്ച്ചോറാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് കവർ ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ മസാല ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ സോയ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 15-20 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചൂടായ പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ച സോയ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ഇതിനധികം വേവൊന്നുമില്ല. അപ്പോൾ നമുക്കിത് നല്ല രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. സോയ നമ്മൾ ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുത്താൽ അപ്പം തന്നെ ഇത് മിക്സ് ചെയ്യരുത് കേട്ടോ. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം ഇത് മിക്സ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ 1.5 മിനിറ്റോളം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ. നമുക്ക് ചിക്കനും ബീഫോ അല്ലെങ്കിൽ ലാമ്പോ അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും ഇത് വെച്ചിട്ട് അടിപൊളിയായിട്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ അതാ നമ്മുടെ സോയ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ അതിൽ നിന്ന് കോരി മാറ്റുകയാണ്. മീറ്റൊന്നും കഴിക്കാത്തവർക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയും കൂടിയിട്ടാണ് കേട്ടോ. പിന്നെ സോയ നല്ല പ്രോട്ടീനുള്ള ഒരു സംഭവമാണല്ലോ. ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഞാൻ എൻ്റെ 2ാമത്തെ ബാച്ചും നല്ല രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ സെയിം പാനിലേക്ക് തന്നെ കുറച്ചുകൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഒനിയൻ ഒന്ന് വഴറ്റിയെടുക്കണം. ഞാനിവിടെ 2 മീഡിയം സൈസ് ഒനിയനും പിന്നെ ഒരു ഹാഫ് ഒനിയനും കൂടിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നൈസാക്കി കട്ട് ചെയ്തിട്ട് നമ്മുടെ സെയിം ഓയിലിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് വഴന്ന് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. നന്നായി വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്താൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പ് ചേർക്കുന്ന വീഡിയോ ഇതിലില്ല. ഇപ്പോൾ ദാ നമ്മുടെ ഒനിയന് നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാനിതിലേക്ക് 2 മീഡിയം സൈസ് നല്ല പഴുത്ത തക്കാളിയാണ് അത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. തക്കാളി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് കൂടി ചേർത്തതാണ് കേട്ടോ. 3 പച്ചമുളക്, 3 വലിയ വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് 1 ടേബിൾ സ്പൂണോളം ഉണ്ട്. ഇനി നമുക്കിതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ കവർ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ റോസ്മെല്ല് പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റോസ്മെല്ലൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. നമ്മൾ ചേർത്ത് കൊടുത്ത ഒനിയനും തക്കാളിയും അതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും
1 ടീസ്പൂണോളം കുരുമുളക് പൊടിച്ചതും അതേപോലെ തന്നെ 1 ടീസ്പൂണോളം ഗരം മസാല കേട്ടോ. ഇത് 3 മാത്രം മതി നമുക്ക്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു കൈ മല്ലിയിലയാണ്. പുതിന ഇല ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ മല്ലിയില മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. എന്നിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. നമ്മൾ ചേർത്ത് കൊടുത്ത മസാലപ്പൊടിയുടെ എല്ലാം റോസ് സ്മെല്ല് പോകണം. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ മസാലപ്പൊടികളൊക്കെ വഴറ്റിയതിന് ശേഷം ഞാനിതിലേക്ക് ചിക്കൻ്റെ ക്യൂബ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 എണ്ണമാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു ചിക്കൻ്റെ സ്റ്റോക്കാണ്. മാഗിയുടെ ചിക്കൻ ക്യൂബ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഇത് അവോയ്ഡ് ചെയ്യരുത് കേട്ടോ. ഇതാണ് നമ്മുടെ ബിരിയാണിയുടെ ടേസ്റ്റ് നൽകുന്ന സംഭവം. അപ്പോൾ ഞാൻ 2 എണ്ണം ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് മെൽട്ടാവുന്നത് വരെ വഴറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ചിക്കൻ്റെ സ്റ്റോക്ക് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഇതിൽ ഉപ്പും എരിവും ഒക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കുക. അതിനുശേഷം ഞാനിതിലേക്ക് 1 കപ്പോളം സോയ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് ഫ്രൈ ചെയ്യാത്ത സോയയാണ്. നമ്മൾ കഴുകി വെച്ചതിൽ കുറച്ച് മാറ്റി വെച്ചതാണ് കേട്ടോ. അതിൽ നിന്ന് 1 കപ്പ് എടുത്തിട്ട് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഈ സോയ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് 5 മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെക്കാൻ മറക്കരുത്. അപ്പോൾ 5 മിനിറ്റിന് ശേഷം ഞാൻ മൂടി തുറന്ന് നോക്കിയപ്പോൾ നല്ല രീതിയിൽ തന്നെ സോയ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചേർത്ത മസാലക്കൂട്ടൊക്കെ സോയയിലേക്ക് നന്നായി പിടിച്ചെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ സോയ കുക്കായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലയാണ് കേട്ടോ ഇത്. ഇതിൽ വേറെ ഒന്നും ആഡ് ചെയ്യരുത്. ഞാൻ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിൽ ആഡ് ചെയ്യാൻ പാടുള്ളൂ. നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ മസാല തന്നെ കഴിക്കാൻ. ഇനി നമ്മുടെ ചോറ് നമുക്ക് ദമ്മാക്കി എടുക്കണം. അപ്പോൾ ഇതാ നെയ്ച്ചോറ് ഞാൻ അതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഫുള്ളായിട്ട് എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ അത് പരത്തി കൊടുക്കുക. എപ്പോഴും നമ്മൾ ചിക്കനും ബീഫും ലാമ്പും അതുപോലെ ഫിഷ് ബിരിയാണി, എഗ്ഗ് ബിരിയാണി, അതുപോലെ മന്തി അങ്ങനെയൊക്കെ അല്ലേ കഴിച്ചിട്ടുള്ളൂ. ഇത് ഡിഫറെൻറ്റ് രീതിയിലുള്ള നല്ലൊരു ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ സോയൊക്കെ മേടിക്കുമ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ഞാനിതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില ആഡ് ചെയ്യാണ്. അതേപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സോയ ഉണ്ടല്ലോ, അതും അതിൻ്റെ മുകളിലേക്കായി ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഈ ബിരിയാണി വെക്കാൻ നെയ്യ് യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഇതിൽ ഓയിൽ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഓയിലും അതേപോലെ 2 ചിക്കൻ്റെ ക്യൂബാണ് ഞാൻ ഇത്രയും റൈസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ്റെ സ്റ്റോക്ക് അവോയ്ഡ് ചെയ്യരുത് കേട്ടോ. അത് നിർബന്ധമാണ് ഈ ഒരു റെസിപ്പിക്ക്. അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ച എല്ലാ സോയയും മുകളിലേക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ 15 മിനിറ്റോളം ദമ്മാക്കി വെക്കണം. അപ്പോൾ നമുക്ക് 15 മിനിറ്റ് കവർ ചെയ്ത് വെക്കാം. 15 മിനിറ്റിന് ശേഷം ഞാനിതാ മൂടി തുറന്ന് നോക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് തന്നെ ദമ്മായി വന്നിട്ടുണ്ട്. അതേപോലെ നല്ലൊരു മണമുണ്ട് കേട്ടോ. ഡിഫറെൻറ്റ് രീതിയിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോയ ബിരിയാണിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഞാനിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമുക്കിതിന് കോമ്പിനേഷനായിട്ടുള്ള ഒരു ചമ്മന്തി കൂടി ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു വലിയ വെളുത്തുള്ളി, 3 പച്ചമുളക്, എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്യുക. ഒരു ചെറിയ തക്കാളി, അതേപോലെ തന്നെ ഒരു ഒനിയൻ്റെ പകുതി ഭാഗം കേട്ടോ. അത് ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില 1 ടീസ്പൂണോളം ഉണ്ടാവും. അതിനുശേഷം അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണോളം വിനീഗർ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണോളം ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഷുഗർ ഒരു ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ടാണ്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ ചേർത്ത് കൊടുത്താൽ. അതേപോലെ തന്നെ ഞാൻ എരിവുള്ള മുളക് പൊടിയാണ് ഒരു 1/2 ടീസ്പൂണോളം അതും ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ചെറിയ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. നമ്മുടെ ഈ ബിരിയാണിക്ക് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു ചമ്മന്തി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മുടെ നല്ല ഫ്രൈഡ് സോയ ബിരിയാണിയും നല്ല അടിപൊളി ടേസ്റ്റുള്ള ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം.
അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ കമൻറ്റ് താഴെ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ബൈ.